നമസ്കാരം. ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നവർ തന്നെയാണ് ഏവരും. എന്നാൽ ഹനുമാൻ സ്വാമിയുടെ ഭക്തർക്ക് ഏവർക്കും അറിയാവുന്നതായ ഒരു കാര്യമുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്താണ് സ്വാമി. കാരണം പല അവസരങ്ങളിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പല ഭക്തർക്കും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഹനുമാൻ ചക്രത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അതിനായി ഏവരും തന്നിരിക്കുന്നതായ ഈ നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. അതിന് മുന്നോടിയായി ഏവരും ശ്രീരാമജയം എന്ന് മനസ്സിൽ 3 തവണ ഉരുവിടുക. അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരണം എന്നും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുരിതങ്ങൾ ഒഴിയണം എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ശ്രീരാമജയം എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ മഹാലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ശ്രീരാമജയം എന്ന് 3 തവണ ജപിക്കുക അഥവാ ഉരുവിടുക. ഏവരും ഉരുവിട്ടു എന്നാണ് കരുതുന്നത്. സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഉയർച്ചയും നൽകണം എന്നും ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നും ഈ നിമിഷം പ്രാർത്ഥിക്കുക. ശേഷം കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ആ നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാൻ പോവുകയാണ്. വളരെയധികം സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. മനസ്സിനെ അലട്ടുന്നതായ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തെ വളരെ ദോഷകരമായി ബാധിക്കുവാൻ ആരംഭിക്കും. അതിനാൽ തന്നെ അത്തരത്തിൽ വന്നു ചേരുന്ന ചിന്തകൾ, അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ ഹനുമാൻ സ്വാമിയെ നിങ്ങൾ നിത്യവും ആരാധിക്കുന്നതിലൂടെ ഒരു പരിധിവരെ അത്തരം കാര്യങ്ങൾ ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും. മനോബലം വർദ്ധിക്കുകയും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ ഹനുമാൻ സ്വാമിയുടെ കടാക്ഷത്താൽ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. മറ്റുള്ളവർക്ക് ചില ശുഭകരമായ കാര്യങ്ങൾ, അവർക്ക് ആവശ്യമുള്ളതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് മറ്റുള്ളവർക്ക് വളരെ സഹായകരമായി തീരും. എന്നാൽ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. പ്രധാനമായും കലഹങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ, ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. അതിനാൽ ബന്ധങ്ങളിൽ കലഹസാധ്യത കൂടുതൽ തന്നെയാണ്. ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ക്ലേശകരമായ കാര്യങ്ങൾ, സന്താന ക്ലേശങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സന്താന ക്ലേശങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആഗ്രഹിക്കുന്നതായ നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ ചില യാത്രകളുമുണ്ട്. ആ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയോ ആ യാത്രകൾ നടത്താനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയോ ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തുന്നത് ശുഭകരമായിരിക്കും എന്ന് തന്നെ പറയാം. ഭാവിയിലാണ് എങ്കിലും ചില പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ, ചില തർക്കങ്ങൾ, മാനസികപരമായ വിഷമങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. പല കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടതായ അവസരങ്ങൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും കോപം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മനക്ലേശങ്ങളുണ്ട് എങ്കിൽ പോലും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ അത് ജീവിതത്തിൽ നിന്നും ഉടനെ മാറുക തന്നെ ചെയ്യും. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഊഹക്കച്ചവടത്തിൽ നിന്നും നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാവുക, അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു.
അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ, നവീകരണത്തിന് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭാവി കാര്യങ്ങൾക്കായി ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കുറിക്കുന്നതാണ്, അഥവാ പുതിയ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സാമ്പത്തിക ഭദ്രതയ്ക്കായുള്ള ശ്രമങ്ങൾ വിജയിക്കും. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം ചില യാത്രകൾ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കർമ്മരംഗത്ത് ചില നേട്ടങ്ങൾ, പ്രത്യേകിച്ചും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. മറ്റുള്ളവരെ അസൂയപ്പെടുത്തും വിധം നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. പ്രത്യേകിച്ചും കർമ്മരംഗത്ത് പ്രതീക്ഷിക്കാതെ ഉയർച്ച വന്ന് ചേരുന്നതാകുന്നു. അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. പൊതുവിൽ നിങ്ങൾക്ക് സ്വാമിയെ ആരാധിക്കുന്നതിലൂടെ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുകയും നേട്ടങ്ങൾ വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു. ഒന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ, അഥവാ നമ്പർ 1 തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഏകാഗ്രത പലപ്പോഴായി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായ പ്രശ്നമുണ്ട്. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുവാൻ സാധിക്കാത്തതായ അവസ്ഥയോ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പിന്നോട്ടു പോകുന്ന അവസ്ഥയോ ഉണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മനസ്സിനെ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു നിൽക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. അത് ഇപ്പോഴോ അല്ലെങ്കിൽ അത് തുടരുകയോ ചെയ്യാം. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. ചിന്തിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കുക. മനോബലം വർദ്ധിപ്പിക്കേണ്ടതായ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. പല കാര്യങ്ങളിലും മനോബലമില്ലാത്തതിനാൽ ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ അത്തരത്തിൽ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചില രോഗങ്ങൾ അഥവാ രോഗദുരിതങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുമായി ബന്ധപ്പെട്ട വേണ്ടപ്പെട്ട വ്യക്തികൾക്കും വന്നു ചേരുകയോ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷമങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ശത്രുക്കൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന ആ പ്രശ്നങ്ങളെ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായ ഉയർച്ച, നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. പോസിറ്റീവായ ചിന്തകൾ നിങ്ങൾക്ക് അനിവാര്യമാണ്. പല കാര്യങ്ങളിലും നെഗറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നത് നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിൽ ചില മാറ്റങ്ങൾ അനിവാര്യം തന്നെയാകുന്നു. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ മാറി ഭാവിയിൽ ശുഭകരമായ ജീവിതം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്. എന്നാൽ പലപ്പോഴും ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി നടക്കാത്തതായ അവസ്ഥയുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അതിനാൽ തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഭഗവാനെ ആരാധിച്ച് വന്നു ചേരുന്ന ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകണം. ആ കാര്യം ഓർക്കുക. കർമ്മരംഗത്ത് നേട്ടങ്ങൾ വരുന്നതിനാൽ സാമ്പത്തികപരമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരാം. എന്നാൽ വിധിയിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. അനാവശ്യമായ ഭയത്തിനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്ന് വരുന്നതായ അവസരത്തിൽ ഭഗവാനെ നിങ്ങൾ ഭജിക്കുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങളെ പൂർണ്ണമായും തരണം ചെയ്യുവാനും നിങ്ങൾക്ക് മനോബലം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരാം. ഈശ്വരാധീനമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. തീർച്ചയായും ആ ഈശ്വരാധീനം നിങ്ങൾ വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ചും ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഭഗവാന്റെ കവചം വന്നു ചേരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വളരെ വേഗം പല മാറ്റങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. സ്വയം പലപ്പോഴും ഉയർച്ചയ്ക്ക് തടസ്സമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാതെയെങ്കിലും
ചെയ്തു പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി തീരുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാകുന്നു. ഭാവിയിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് അർഹമായ കാര്യങ്ങൾ നഷ്ടമാകുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അതിനാൽ ഇത്തരം കാര്യങ്ങളും ഭാവിയിൽ സംഭവിക്കാം. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വന്നു ചേരുകയും പിന്നീട് അത് മങ്ങിപ്പോകുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. ഈശ്വര കടാക്ഷം നിങ്ങളിലുണ്ട്. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ട വിധം അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല. എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. വാശി, ദേഷ്യം, ആലസ്യം എന്നിവ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പെട്ടെന്ന് തന്നെ ഈശ്വര കടാക്ഷത്താൽ മാറ്റങ്ങൾ ഭാവിയിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ ചില കലഹങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ അത്തരത്തിൽ വന്നു ചേരുന്നതായ ആ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കണം. പല പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക. സ്നേഹം പുറമേ കാണിക്കാത്തതിനാൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള സാധ്യതകൾ ഭാവിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ അത്തരത്തിൽ വന്നു ചേരുന്നതായ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സ്നേഹം പുറമേ കാണിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. നിങ്ങളുടെ ജീവിതത്തിൽ മനോബലം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ആത്മവിശ്വാസം വർദ്ധിക്കും. അത് ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സൗഭാഗ്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളുടെ ശക്തി, ഭഗവാന്റെ കടാക്ഷത്താൽ ശക്തി വർദ്ധിക്കുക തന്നെ ചെയ്യും. ഇത് പലർക്കും അത്ഭുതം നൽകുന്നതായ ഒരു കാര്യമായി മാറുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഭാഗ്യസമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നില്ല എന്ന വിഷമം നിങ്ങൾക്ക് പലപ്പോഴുമുണ്ട്. അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ഭാഗ്യസമയം വന്നു ചേരുമ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളും പ്രകടമായി തുടങ്ങും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ ഇവരെ തോൽപ്പിക്കുവാൻ ഈ സമയം സാധിക്കില്ല എന്ന കാര്യവും ഓർക്കുക. ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഉയർന്ന വിജയം, നേട്ടങ്ങൾ, സാമ്പത്തികമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, അത്തരത്തിൽ പല അത്ഭുതകരമായ കാര്യങ്ങളും സംഭവിച്ചു എന്ന് വരാം. മറ്റുള്ളവർക്ക് പലപ്പോഴും ചെയ്യുവാൻ സാധിക്കാത്തതായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഇവർക്ക് ഭംഗിയായി തന്നെ പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരത്തിലും അനുകൂലമായ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ബുദ്ധിശക്തി വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ബുദ്ധി വൈഭവത്താൽ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ഭാവിയിൽ വലിയ ഉയർച്ച ബുദ്ധി വൈഭവത്താൽ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുവാനും അവർക്കിടയിൽ ഒരു സ്ഥാനം നേടിയെടുക്കുവാനും അഥവാ അവരുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ ഭാവിയിലേക്ക് വന്നു ചേരാം. ഭഗവാന്റെ കടാക്ഷം എപ്പോഴുമുണ്ട് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഭഗവാനെ സാധിക്കുന്നതായ അവസരങ്ങളിലെല്ലാം തന്നെ ഭജിക്കുക. കൂടാതെ ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. കൂടാതെ വീടും പരിസരവും വൃത്തിയായി തന്നെ സൂക്ഷിക്കണം എന്ന കാര്യവും ഓർക്കുക. പുതുതായി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ അത് ഭാവിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ അല്പം വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയാം. പങ്കാളിയുടെ സാന്നിധ്യത്താൽ ധൈര്യം ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം അഥവാ ഉയരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പെട്ടെന്ന് ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ധനപരമായ ചില നേട്ടങ്ങൾ, തൊഴിൽ മേഖലയിൽ ഉയർച്ച, ബിസിനസ് പരമായ ചില കാര്യങ്ങൾ അനുകൂലമാവുക, അത്തരം ചില കാര്യങ്ങളും സംഭവിക്കാം. തൊഴിൽപരമായുള്ള നേട്ടങ്ങളും വന്നു ചേരും. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾ ഹനുമാൻ സ്വാമിയെ ഭജിച്ച് ഹനുമത് പ്രീതി വരുത്തി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. മൂന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ആരോഗ്യ കാര്യത്തിൽ പലവിധ ഉത്കണ്ഠകൾ നിങ്ങൾക്കുണ്ട്. അത്
നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുമാകാം അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുള്ള മനക്ലേശങ്ങൾ അത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. പോസിറ്റീവായ ചിന്തകൾ, ശരിയായ രീതിയിലുള്ള ചിന്തകൾ അത് മനസ്സിലേക്ക് കൊണ്ടുവരുവാനും മനസ്സിൽ അത് വളർത്തുവാനും സഹായകരമായ നിമിഷങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ പല ഗുണാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പങ്കാളിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഭാവിയിൽ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും എന്ന് മുൻകൂട്ടി നിങ്ങൾ കണ്ട് പ്രവർത്തിക്കേണ്ടതും അനിവാര്യമാണ്. ഭാഗ്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ അഥവാ പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഭാവിയിൽ സംഭവിക്കാവുന്നതാണ്. ഭാഗ്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ പങ്കാളിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഭാവിയിൽ ധനം കൈകളിലേക്ക് വന്നു ചേരുകയും അത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും എടുത്തു ചാടാതെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. കലഹങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. മനസ്വസ്ഥത കുറയുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല വ്യക്തികളുമായി ബന്ധപ്പെട്ടാകാം, തൊഴിലുമായി ബന്ധപ്പെട്ടാകാം, ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം. അതിനാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ ഹനുമാൻ സ്വാമിയെ ഭജിച്ച് മുന്നോട്ട് പോകുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാണ്. സാമ്പത്തികപരമായ ക്ലേശത്തേക്കാൾ മാനസികപരമായ ക്ലേശങ്ങൾ അലട്ടുന്നതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളിലും വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇവർ എവിടെ ചെന്നാലും ഇവർ ഇരിക്കുന്നിടത്ത് പണം വന്നുകൊണ്ടേ ഇരിക്കും, അഥവാ ധനപരമായ നേട്ടങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും എന്ന കാര്യം ഓർക്കുക. ഇവരെക്കാൾ പലപ്പോഴും മറ്റുള്ളവർക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഇവർ ചെയ്യുന്നതായ പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഇവർക്കൊപ്പം നിൽക്കുന്നവർക്കും നേട്ടങ്ങൾ കൊയ്യുവാൻ സഹായകരമായി തീരാം. അത് ഇവരെക്കാളും നേട്ടങ്ങൾ അവർക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം വിദേശയോഗം, വിദേശത്തേക്ക് പഠനം, ജോലി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് യാത്രകളുമായി ബന്ധപ്പെട്ടോ പോകുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്നതായ ചില ദുരിതങ്ങൾ, ചില കഷ്ടതകൾ, ചില തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഒന്നിൽ കൂടുതൽ വാഹനങ്ങളോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ മറ്റു പല കാര്യങ്ങളോ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹിക്കുന്ന വാഹനങ്ങൾ സ്വന്തമാക്കാം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില ദുഃഖങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കർമ്മരംഗത്ത് പലവിധ തടസ്സങ്ങൾ, അല്പം പ്രയാസങ്ങൾ അല്ലെങ്കിൽ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത് മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. കാരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങളിലുണ്ട്. അതോടൊപ്പം ഹനുമാൻ സ്വാമിയെ കൂടി നിങ്ങൾ ഭജിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇരു ദേവതകളെയും ഭജിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ മറക്കാതിരിക്കുക. വന്നു ചേരേണ്ട ദുരിതങ്ങളെപ്പോലും ഒഴിവാക്കുവാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. 4ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ഈശ്വരാധീനം ഉള്ളവരാണ് നിങ്ങൾ. അത് പല അവസരങ്ങളിലും പല ആവർത്തി നിങ്ങൾക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രകടമാകുന്ന സമയമാണ് എന്ന് പറയാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാകുന്നു. കർമ്മഫലത്താൽ പല തരത്തിലുള്ള ദുഃഖങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ളവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അത് താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഭാവിയിൽ ഇത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ദുഃഖങ്ങൾ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഇപ്പോൾ ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നതിനാൽ തന്നെ ഭാവിയിൽ നിങ്ങൾക്ക് ഈ ദുഃഖങ്ങൾ ക്രമേണ കുറഞ്ഞു വരും എന്ന കാര്യം ഓർക്കുക. ഈ സമയം ഹനുമാൻ സ്വാമിയെ നിങ്ങൾ ഭജിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്.
കാരണം ഭഗവാന്റെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയം കൂടിയാകുന്നു. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഭാവിയിൽ പ്രതീക്ഷിക്കുവാൻ സാധിച്ചു എന്ന് വരാം. നേതൃസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. പ്രത്യേകമായ കഴിവിനാൽ നിങ്ങൾക്ക് ആദരവ് നേതൃസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നവരാണ്. അതല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങളുടെ മനസ്സിലോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാത്തതായ ചില ദുഃഖങ്ങൾ മനസ്സിലുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ധനപരമായ കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം ധന ഇടപാടുമായി ബന്ധപ്പെട്ട് ശത്രുക്കൾ ജീവിതത്തിൽ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ധനം ഇടപാടിനാൽ ഇത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ ഈശ്വരാരാധനയാൽ ഇവ പെട്ടെന്ന് മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. എപ്പോഴും ചെറുതും വലുതുമായ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിനാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ എപ്രകാരം നിങ്ങൾക്ക് സാധിക്കും എന്ന ചിന്ത മനസ്സിലുണ്ട് എങ്കിലും പലപ്പോഴും അതിന് ഉത്തരം ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഭാവിയിൽ വ്യക്തമായ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം ചില കാര്യങ്ങൾ കൂടി, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് അധ്വാനിക്കുന്ന പണത്തേക്കാൾ ഭാഗ്യത്താൽ ചില ധനപരമായ നേട്ടങ്ങൾ ഭാവിയിൽ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യത്താൽ വന്ന് ചേരുന്നതായ ധനമാണ് എന്ന കാര്യം ഓർക്കുക. ഭഗവാന്റെ കടാക്ഷത്താലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിൽ ഭാഗ്യത്താൽ ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. വളരെ കാലമായി നൽകിയിരിക്കുന്ന കടബാധ്യതകളായ ചില പ്രശ്നങ്ങൾ, വളരെ കാലമായി നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ചില ധനപരമായ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. കൈവായ്പകൾ തിരികെ ലഭിക്കാം. അത്തരത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ട്. എന്നിരുന്നാൽ പോലും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതെല്ലാം വഴിമാറുകയും പിന്നീട് ധനപരവും സന്തോഷകരമായതുമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് നിങ്ങളാൽ തന്നെ ആകണം എന്നില്ല. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം മറ്റുള്ളവരുടെ ഇഷ്ടം നേടുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സഹായിച്ചാൽ തിരിച്ചടി ലഭിക്കുന്നതായ അനുഭവമാണ് പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ചില വ്യത്യാസങ്ങൾ ഭാവിയിൽ വന്നു ചേർന്നു എന്ന് വരാം. എന്നിരുന്നാലും കഴിയുന്നത്ര സഹായം നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. നിങ്ങളാൽ കഴിയുന്ന സഹായം. കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ വന്നു ചേരുന്നതായ കലഹങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. ഈ സമയം ഈശ്വരനെ ഭജിക്കുക. പ്രത്യേകിച്ചും ഹനുമാൻ സ്വാമിയെയും ലക്ഷ്മി നാരായണന്മാരെയും ഭജിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. കഴിവുണ്ട് എങ്കിലും ശോഭിക്കുവാൻ കഴിയാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും ഭാവിയിൽ കഴിവിനാൽ പല ഉയരങ്ങളിലും എത്തുവാൻ അല്ലെങ്കിൽ പലവിധ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക.